ഞാൻ അനില. ഞാൻ മുള്ളൻവാതക്കയിൽ നിന്ന് എലവന്തട്ട പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യമാരെല്ലാം എന്നെ ഹറസ്മെൻറ്റ് ചെയ്യുക. എന്തിനാ പറഞ്ഞാൽ എൻ്റെ 9 സെൻറ്റ് വസ്തു അടിച്ചു മാറ്റാൻ വേണ്ടി. ഇത് ഞാൻ ഇത്ര ദിവസം ഞാൻ സഹിച്ചത് എനിക്ക് ഇതായി. എനിക്ക് ഈ ഒരു എൻ്റെ അപ്പൂപ്പൻ്റെ വസ്തുവിനകത്ത് എനിക്ക് വഴി തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ വഴി തരാതെ കൂടെ പിന്നെ എൻ്റെ വസ്തുവിനകത്തിരിക്കുന്ന മില്ല് അതുകൂടെ അടിച്ചു മാറ്റാൻ അവിടെ പ്ലാനിങ്. ഇപ്പോൾ അച്ഛൻ്റെ എല്ലാം എനിക്ക് എഴുതി തന്നത് അച്ഛൻ ജീവിച്ചിരിക്കാൻ നേരത്ത്. ഇപ്പോൾ അച്ഛൻ മരിച്ച 2021 അച്ഛൻ മരണപ്പെട്ടു പോയി. ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു ഡ്രൈവർ പറഞ്ഞു, ഒരു രാജു പറഞ്ഞു, അവന് വല്ലാതെ ദരിദ്രവശയാണ്. അവന് ഞാൻ പോയി പത്തനംതിട്ട പോയി എല്ലാം ശരിയാക്കി. ഇവിടെ ഈ എന്തോ ലൈസൻസ് ചെയ്യുന്ന മേലെ ഇമെയിൽ എല്ലാം പറഞ്ഞു. അത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്ത് ഞാൻ ശരിയാക്കി. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ നിൻ്റെ പേരിലാക്കോടാ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ എൻ്റെ സ്നേഹമുണ്ട്, എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ പേരിൽ വേണ്ട, നിങ്ങളുടെ പേരിലാക്കിക്കോ, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പേരിലാക്കിയാൽ മതി ഞാൻ പറഞ്ഞു. അത് എൻ്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ തള്ള എന്തോ ചെയ്തറിയോ, ഞാൻ ബല്ലാരി പോയി കഴിഞ്ഞിട്ട് ഈ തള്ള എൻ്റെ അനിയൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ഇത് ന്യായമാണ് ചെയ്ത് ഈ തള്ള. ഇതിലൊക്കെ തള്ള എന്തോ പറയുന്നത്. അത് പോട്ട്. ഇപ്പോൾ എനിക്കൊരു സ്വന്തം വീടുണ്ടാക്കണം. എനിക്കൊരു അവിടെ വീടിയാണ് താമസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തം വീടുണ്ടാക്കാൻ തള്ള പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യമാരെല്ലാം തടസ്സം എന്തിനാ ഈ അടിച്ചു മാറ്റാൻ പറയാം. മില്ല് എൻ്റെ ഇതിനകത്ത് ഓണർഷിപ്പ് എന്തോ ഓണർഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇപ്പോൾ ഒരു കടയുണ്ട്, ഹൈവേയിലോ എനിക്ക് ഒരു കടയുണ്ട്, വസ്തുക്കട പേര് ഇരിക്കുന്നത്. ഓണർഷിപ്പ് വന്ന് രജിസ്ട്രേഷൻ ചെയ്ത കട രജിസ്ട്രേഷൻ പിന്നെ അവിടെ വസ്തുവായി പോവുക. ഇതെന്തോ മൊണ്ണത്തര സംസാരിക്കുക എനിക്കറിയത്തില്ല. അത് ഞാനിത് യൂട്യൂബിൽ ഇടാൻ പോവുക. ഇതിൻ്റെ കാരണം ഇവിടെ കൊച്ചുമ്പോൾ കൂടെ എൻ്റെ കള്ളക്കേക്കിനകത്ത് പോലീസിനകത്ത് ഇട്ട് കൊടുത്തു. പോലീസുകാർ വന്ന് പറഞ്ഞു ഞാൻ എന്താ ചോദിച്ചു. ഞാൻ ഇല്ല ഇങ്ങനെ വഴിക്കാം ഇതാണ്. ശരി. അപ്പോൾ അന്നേരം കൂടെ പറഞ്ഞു തലയെടുത്ത് അവർക്ക് എന്തോ ബില്ല് മാറ്റുമോ വഴി ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞു. അന്ന് ഞങ്ങളുടെ അമ്മ പറഞ്ഞു, ശരി സാറിന് പറഞ്ഞതാണ്. അന്ന് മുതൽ ഇത് ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഞാനിപ്പോൾ മീഡിയക്കാരനെ അയക്കുക. നിങ്ങൾ എനിക്ക് എത്ര സപ്പോർട്ട് ചെയ്യുമോ അത്ര എനിക്ക്. പക്ഷേ എൻ്റെ റിലേറ്റീവ് ഉണ്ട്. അവർ പേടിച്ചിരിക്കുക. എന്തിനാ പറഞ്ഞത്? ഇത് തള്ളയുടെ വാക്കുമുണ്ട്. പൂത്ത തെറിയാണ് വിളിക്കുന്നത്. നേരത്തെ പൂത്ത അതാ കേട്ടോ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് കേട്ടോ താഴെ പറയുന്നത്. പിന്നെ ഇനിയാണ് പിന്നെ ഞാൻ ബല്ലാരി ജോലി ചെയ്ത കാരണം എന്തോ പറയാം. ഡിസംബർ 1 2024 ഞാൻ ജോലി വിട്ടു. എന്തിനും കാരണം പറയാം, 23 2023 ഞങ്ങളുടെ ഓഫീസിൽ ഇൻകം ടാക്സ് റൈഡ് ചെയ്തു. എന്തിനാ പറഞ്ഞാൽ ടാക്സ് കോടി ടാക്സിൻ്റെ അതിന് സ്ലിപ്പുകൾ എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്. അത് വെച്ച് നാളെ എന്നെ പിടിക്കും പറഞ്ഞ് ഞാൻ അവിടെ ജോലി വിട്ട് വന്നതാണ്. അതുകൂടെ പ്രൂഫുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 5 വേണമെങ്കിൽ മീഡിയക്കാരോ എനിക്ക് അന്വേഷിക്കുക. ഇത് ഞാൻ അവിടെ വീട്ടിൽ വന്ന് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു കുടുത്തിലോട്ട് എനിക്ക് ഭാര്യയില്ല, മക്കളില്ല. അത് വെച്ച് ഇവിടെ ഇട്ടേച്ചിട്ട് പോയി എനിക്ക് ഒരു ആവശ്യം. എനിക്ക് എന്താ പറയുക, എൻ്റെ അപ്പൂപ്പൻ്റെ വസ്തു ഇവിടെ ഉണ്ട്. അത് മുള്ളൻവാതക്കല്ല അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടി ഞാൻ വിടാതിരിക്കുന്നത്. കിണറുണ്ട്, അത് നാട്ടുകാർക്ക് വിട്ടു കൊടുക്കുക. ഇതാ എൻ്റെ ഇത് നിങ്ങൾ യൂട്യൂബ് ഏഷ്യാനെറ്റ് ഇവർക്കെല്ലാം എത്ര ആകും ഫോർവേഡ് ചെയ്ത് വേണമെങ്കിൽ റിപ്പോർട്ട് എടുക്കണം. എൻ്റെ അടുത്ത് വേണം എനിക്ക് വേണമെങ്കിൽ സംസാരിക്കുക. പഞ്ചായത്തുകാർ മെമ്പർ വന്ന് ചോദിച്ചു അവരുടെ വാക്കൂടെ അവർ വില കൊടുത്തിട്ടില്ല. ഇതാ എൻ്റെ അവസ്ഥ. ഇപ്പം ഞാൻ എന്ത് വെച്ചോണം നിങ്ങൾ പറ.